തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. നേതൃത്വത്തെ ധിക്കരിച്ചെന്ന പേരിൽ നന്നമ്പ്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനെതിരെ പാർട്ടി നടപടി. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന 21ാം വാർഡംഗം PK റൈഹാനത്തിനെതിരെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം നടപടി സ്വീകരിച്ചത്. പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഇവരെ നീക്കം ചെയ്തു. നേരത്തെ ഏറെ വിവാദങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇവരെ മാറ്റിയിരുന്നു. പാർട്ടിയെ അനുസരിക്കാത്തതിന്റെ പേരിലടക്കം നിരവധി വിവാദങ്ങൾ കത്തിനിൽക്കുന്ന വേളയിൽ പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചതോടെയാണ് നടപടി. 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത നന്നമ്പ്ര പഞ്ചായത്ത് അവു ഖാദർകുട്ടി നഹ സാഹിബ് സ്മാരക മീറ്റിംഗ് ഹാളിന്റെ ശിലാഫലകം വെച്ചതുമായി ബന്ധപ്പെട്ടാണ് പുതിയ നടപടി. നേരത്തെ പാർട്ടി അനുസരിക്കാത്തതിന്റെ പേരിൽ ഏറെ വിവാദങ്ങൾക്ക് ശേഷമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PK റൈഹാനത്തിനെ നീക്കിയിരുന്നത്. പുതിയ പ്രസിഡന്റായി തസ്ലിന ഷാജി പാലക്കാട്ടിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ ബോർഡ് മീറ്റിംഗിൽ ബഹളവും വാക്കേറ്റവും വാദപ്രതിവാദങ്ങളടക്കമുണ്ടാക്കി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് നിരവധി തവണ പാർട്ടി ഇടപെട്ട് ചർച്ച നടത്തിയും താക്കീത് നൽകിയും പ്രശ്നം പരിഹരിച്ചു വരികയായിരുന്നു. പ്രശ്നം ഏറെ തണുത്ത അവസ്ഥയിലായിരുന്നു. ഇതിനിടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് 2023 നവംബർ 16 ഉദ്ഘാടനം ചെയ്ത നന്നമ്പ്ര പഞ്ചായത്ത് അവു ഖാദർകുട്ടി നഹ സാഹിബ് സ്മാരക മീറ്റിംഗ് ഹാളിൻ്റെ ശിലാസ്ഥാപനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് കെട്ടിടത്തിൽ സ്ഥാപിച്ചത്. 2 വർഷം മുമ്പ് കഴിഞ്ഞ പ്രവൃത്തിയായതിനാൽ ശിലാഫലകം വയ്ക്കരുതെന്ന് പാർട്ടി റൈഹാനത്തിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ മറ്റു മെമ്പർമാരുടെ സഹായത്തോടെ ശിലാഫലകം മുകൾ നിലയിൽ ആണിയടിച്ച് സ്ഥാപിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. പാർട്ടി കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടും അത് ധിക്കരിച്ച് ശിലാഫലകം സ്ഥാപിച്ചതിനാണ് ഭാരവാഹികൾ യോഗം ചേർന്ന് റൈഹാനത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. പാർട്ടി നടപടികളിൽ നിന്നും മാറ്റി നിർത്താനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഇവരെ നീക്കം ചെയ്തു. ശിലാഫലകം സ്ഥാപിച്ചതിനു പുറമെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 21ാം വാർഡിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ മുസ്ലിം ലീഗ് നേതൃത്വത്തെയോ അറിയിക്കാതെ നടത്തി എന്നുള്ളതും ഇവർക്കെതിരെ നടപടിക്ക് കാരണമായി. പഞ്ചായത്തിനെയോ പ്രസിഡന്റിനെയോ അറിയിക്കാതെ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഉദ്ഘാടനം നടത്തിയെന്നാണ് ആരോപണം. റൈഹാനത്തിന്റെ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന തിരുത്തി ഡിവിഷൻ അംഗവും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒടിയിൽ പീച്ചുവാണ് ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തത്. വാർഡ് മെമ്പർ കൂടിയായ PK റൈഹാനത്താണ് അധ്യക്ഷത വഹിച്ചിരുന്നത്. എന്നാൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പദ്ധതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചില്ലെന്നത് ഗുരുതരമായ ആരോപണമായിരുന്നു. മാത്രവുമല്ല മുസ്ലിം ലീഗ് നേതൃത്വത്തെയും ഇവർ ഉദ്ഘാടന പരിപാടി അറിയിച്ചിരുന്നില്ല. ഇതെല്ലാമാണ് നടപടിക്ക് ആക്കം കൂട്ടിയത്. ഈ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് പാർട്ടി നിർദ്ദേശം ധിക്കരിച്ചുകൊണ്ട് ശിലാഫലകം സ്ഥാപിച്ചത്. ഇതോടെ പാർട്ടി നടപടി സ്വീകരിക്കുകയായിരുന്നു. അതേസമയം 2 വർഷം മുമ്പാണ് ഉദ്ഘാടനം കഴിഞ്ഞതെങ്കിലും അന്ന് തന്നെ ശിലാഫലകം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും അത് കരാറുകാരിൽ നിന്നും ലഭിച്ചിരുന്നില്ലെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശിലാഫലകം ലഭിച്ചതെന്നും എല്ലാ മെമ്പർമാരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഇത് സ്ഥാപിച്ചത് എന്നുമാണ് മുൻ പ്രസിഡന്റ് PK റൈഹാനത്ത് പറയുന്നത്. ഓപ്പൺ ജിം ഉദ്ഘാടനം പെരുന്നാൾ കഴിഞ്ഞ് വിപുലമായി നടത്താനാണ് തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയതിനാൽ കേടുവരുമെന്ന ആശങ്കയിൽ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം നിശ്ചയിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയായിരുന്നുവെന്നും ഉദ്ഘാടന വിവരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരുന്നതായും ഇവർ പറയുന്നു. നേരത്തെ പാർട്ടി അനുസരിക്കാത്തതിൻ്റെ പേരിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇവരെ നീക്കിയിരുന്നത്. തുടർന്ന് നിലവിലെ പ്രസിഡന്റുമായി ഏറെക്കാലമായി കലഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പല യോഗങ്ങളിലും ഇരുവരും തമ്മിൽ വാക്കേറ്റവും കലഹവും ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത് പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയുമായിരുന്നു. പിന്നീട് പാർട്ടി നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് തർക്കത്തിന് ചെറിയ ശമനമുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലാണ് പ്രശ്നം രൂക്ഷമാകുന്ന തരത്തിൽ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ശിലാഫലകം സ്ഥാപിച്ചത്. ഇതോടെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. തീരുമാനം സെക്രട്ടറി വാർഡ് കമ്മിറ്റിയെയും മുൻ പ്രസിഡന്റ് PK റൈഹാനത്തിനെയും നേരിട്ട് കണ്ട് കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്. വാർഡ് കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് റൈഹാനത്തിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.